സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ മോളിൽ വന്നപ്പോഴാണ് ഈ ഒരു സിനിമയിലൊക്കെ കാണുന്ന ഫ്രെയിം പോലെ ഉണ്ട്. എനിക്ക് നേരത്തെ ഓടിക്കളിച്ചത്. അതുപോലെ ഉണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഴ ആയതുകൊണ്ട് തന്നെ. ഇവിടെ ഞങ്ങളൊരു സ്ഥലത്ത് പൊറോട്ട വന്നിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയും കറിയും കൂടിയിട്ട് ഞങ്ങൾ കഴിക്കും. ചാറ്റിൽ മഴയൊന്നല്ല, നല്ല മഴ കേട്ടോ പെയ്തോണ്ടിരിക്കുന്നു ഇപ്പോൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മോൻ തന്നെയാണ് ഉള്ളത്. ഞാൻ ലാസ്റ്റ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലോങ് വാക്ക് പോകാനായിട്ട് പ്ലാൻ മാറ്റി പോയത്. കുറേ ദിവസമായിട്ടോ ലോങ് വാക്ക് പോക്ക് തുടങ്ങിയിട്ട്. ഇന്നെന്തായാലും മഴയാണെങ്കിൽ വെയിലാണെങ്കിലും ഒക്കെ നമ്മൾ ഇറങ്ങാൻ പോവാ അല്ലേ. അപ്പൊ ഞങ്ങള് ശരിക്കും ലോങ് വാക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. സൈക്കിളൊക്കെ പേക്ക് ചെയ്താണ്ടോ, എല്ലാം റെഡിയാണ്. അപ്പോൾ നമ്മൾ ലോങ് വാക്കുള്ള കാഴ്ചയായിരിക്കും ഈ വീഡിയോൻ്റെ അകത്തുള്ള. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് യെസ്. റെഡി അല്ലേ? അപ്പൊ ഇന്ന് ലോങ് വാ സാധനമൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ലോങ് വാ ഇന്ന് കൺഫേം ആയിട്ട് നമ്മൾ ലോങ് വാക്ക് തന്നെ പോകാൻ പോവാണ്. ഇന്നും ഇവിടെ നമ്മൾ പൊറോട്ട കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. കാരണം അത് കഴിച്ചിട്ട് നല്ല സെറ്റല്ലായിരുന്നു വയറ്. പിന്നെ വിശന്നേ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ കടയിൽ തന്നെ തിരിച്ച് വന്നിട്ട് പൊറോട്ട വാങ്ങി കഴിക്കാൻ പോവാണ്. സൈക്കിളൊക്കെ ഇത് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇനി വേഗം വരുന്ന 39 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാൻ. എത്തൂല ഇന്ന്, നോക്കി വെക്കാം. എത്തിയില്ലെങ്കിൽ നമ്മൾ കാണുന്ന ഗ്രാമത്തിൽ നിൽക്കും. എന്നിട്ട് നാളെ നമ്മൾ പോകും. എത്തുകയാണെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് പോകും. പൊറോട്ട വന്നിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയും കറിയും കൂടിയിട്ട് ഞങ്ങൾ കഴിക്കുകയാണ്. 2 പൊറോട്ടക്ക് 50 രൂപയാണ്. ഇത് 5 ഇവിടെ പൂത്തുവരെ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് മഴച്ചാറ്റലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പള്ളി പിന്നെയും കാണിക്കുക കേട്ടോ. നമ്മുടെ മോൻ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണ് വിട്ടിട്ട് അങ്ങ് താഴോട്ട് ഇറങ്ങി പോകാനുണ്ട്. എന്നിട്ടാണ് റൈറ്റിലോട്ടൊക്കെ ഒരു കട്ടുള്ളത് ലോങ് വാക്ക് പോകാനായിട്ട്. ഫുള്ള് ചെറിയ ചാറ്റൽ മഴയാണേ. എന്തായാലും നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ആസാം ബോർഡറിലേക്ക് പോവാം. സോനാറി 55 കിലോമീറ്റർ ഉണ്ടോ. ദിബ്രുഗഡിലേക്ക് 139 കിലോമീറ്ററേ ഉള്ളൂ. ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് റൈറ്റിലോട്ട് പോകാനുണ്ട് നമുക്ക്. എന്നാലും ലോങ് വാക്കുള്ള റൂട്ട് എത്തുള്ളൂ. ഇവിടെയൊക്കെ ചെറിയൊരു സ്ഥലം പോലെ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കയറി വന്നൊരു സ്ഥലമായിരുന്നു ഇത്. ഇതിൻ്റെ താഴെയൊക്കെ ഗ്രാമങ്ങളുണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ മുഴുവനും മോന്ന് പറഞ്ഞ ടൗണ് മുഴുവനും സ്ഥലങ്ങളാണ്, വീടുകളും അങ്ങനത്തെ ഓരോന്നും കേട്ടോ. ഇവിടുന്ന് ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയാലാണ് റൈറ്റിലേക്കുള്ള റോഡ് വരിക. അത് കഴിഞ്ഞിട്ട് ഈ മലയൊക്കെ കയറി ഇറങ്ങാനുണ്ട് കേട്ടോ. ആ കാണുന്ന ദൂരത്ത് കാണുന്ന ആ മലയൊക്കെ കയറാണ്ട് നമുക്ക്. എന്നാലും നമുക്ക് ഒരു ഫസ്റ്റ് തന്നെയുള്ളൊരു മോൾ പോയിട്ട് പിന്നെ അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി പിന്നെയും മോളിലോട്ടേക്ക് അങ്ങനെ കേട്ടോ മോളുടെ അടുത്ത വീടൊക്കെ നോക്കി. മഴയാട്ടോ, മഴയാണ് നമ്മൾ സൈക്കിൾ യാത്ര മുന്നോട്ടേക്ക് പോകുന്നത്. ചെറിയ വഴിയാണ്. വലിയ ലോറികളൊക്കെ വന്നാലേ പ്രശ്നമാണ്. പക്ഷേ ലോറികൾക്ക് ഇന്ന സമയമൊക്കെ ഉണ്ട്, 4 മണിക്കൊക്കെ പോകാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോഴും ലോറികളൊക്കെ പോകുന്ന കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല. അതും കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. റെയിൻ കോട്ടൊക്കെ എടുത്തിട്ട് മഴയത്താട്ടോ പോകാൻ പോകുന്നത്. മഴയാണ് ഇവിടെ ഇപ്പോൾ. നല്ല ചാറ്റൽ മഴ പോലെ തന്നെയാണ്, വലിയ മഴയില്ല. പാൻറ്റ് കാണില്ല, നനയും. പാൻറ്റിട്ടില്ല എന്തായാലും നമ്മൾ നനയും. കാരണം ചെറിയ മഴയാണെങ്കിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലൊക്കെ നനയാൻ ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിലൊക്കെ വീടുകളൊക്കെ കാണാം. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടി ആ മല കയറാനുണ്ട്. ആ മല കയറി പിന്നെ ഇറങ്ങി അടുത്ത മല കയറാനുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ മല, ആ മലയാണ് ഒന്ന് കയറാനുള്ളത്. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെയൊക്കെ കാട്ടിനുള്ളിലൊക്കെ ഓരോ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. അപ്പോൾ മഴയത്തൊരു യാത്ര ലോങ് വാക്ക്. മഴയത്ത് എങ്ങനെയുണ്ട്? അഞ്ജുവിന് ബ്രേക്ക് കിട്ടുന്നില്ല കേട്ടോ. അഞ്ജുവിന് ബ്രേക്ക് ഓൾറെഡി തീരാറായിട്ടുണ്ട്. ഇവിടെ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ആസാമിൽ പോയാൽ മാത്രമേ കിട്ടുള്ളൂ അല്ലേ. നല്ല മഴയാട്ടോ. അതുപോലെ ഇത് അവിടെയൊക്കെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അതായത് വാട്ടർഫോൾസ് അതെ, വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് നാഗാലാൻഡിൽ. ലോങ് വേ പോകുന്ന വയ്യാട്ടോ. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക. തുരുമ്പിച്ചു പോയി. മുഖം നോക്കിക്കേ. ജാദു. വെള്ളച്ചാട്ടത്തിന്റെ മുന്നിൽ അഞ്ചു. എന്തായാലും നോക്കാം. കൊടും കാട് പോലത്തെ സ്ഥലത്തൂടെയാണ് ഇപ്പം പോകുന്നത്. ഫുള്ള് മുളക്കാടും പിന്നെ അല്ലാത്ത രീതിയിലുള്ള മരങ്ങളും എല്ലാം ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഫുള്ള് എങ്ങനെയുണ്ട്? കയറ്റം തുടങ്ങി കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ ഫുള്ള് കൂട് ഇരുട്ടായിട്ട് പോലെ തോന്നുന്നുണ്ട് ഒരു ഫീല്. ഒരു വൈകുന്നേരം ഒരു
6 മണിയായൊരു ഫീല്. ഇനി ഫുള്ള് കയറ്റങ്ങളാണ്. ഇപ്പോൾ ശരിക്കും 11 മണിയെങ്ങാനായിട്ടുള്ളൂ. ഫുള്ള് കാടാട്ടോ. ഇനി കാട്ടുകൂടിയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ മൃഗങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. അതുകൊണ്ട് നമ്മൾ സേഫാണ്. ഇവിടെ ഒരു സ്ഥലത്ത് കയറിയിരിക്കുന്ന നോക്കിക്കേ, ജാതുവിനെ നോക്കിക്കേ. നല്ല രസമില്ലേ? ഇവിടെ കണ്ടോ തേയിലത്തോട്ടാട്ടോ ഈ കാണുന്നത്. ലോങ് വേയിലേക്ക് പോകുന്ന വഴിക്കുള്ള തേയിലത്തോട്ടം. ഫുള്ള് തേയില തന്നെയാണ് അങ്ങ് വരെ. ഞങ്ങൾ വരുന്ന വഴിക്കും കുറേ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഴ ആയതുകൊണ്ട് തന്നെ. ഇവിടെ ഞങ്ങളൊരു സ്ഥലത്ത് കയറി നിൽക്കുന്നതായതുകൊണ്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. ഫുള്ള് തേയിലത്തോട്ടം കുറേ ഏരിയ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ലോങ് വേയിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്ത് കുറേ സ്ഥലത്ത് ഈ തേയിലത്തോട്ടം തന്നെയാണ്. ഈ മഴ ഇച്ചിരി ഒന്ന് കുറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചു. ഇത്രയും മഴത്ത് ഇറങ്ങുന്നതിൽ ഇവർക്ക് എന്തോ ബുദ്ധിമുട്ട് പോലെ ഉണ്ടോ? എനിക്കില്ല. ആ നോക്കിക്കട്ടെ, ഒന്നും പറ. ഒരു ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തി കേട്ടോ നമ്മൾ. എനിക്ക് ഏറ്റം തന്നെ കയറ്റാണ്. 5 മോളിതാ പുഴ നോക്കി നിൽക്കുക കേട്ടോ. മുകളിൽ കോടയൊക്കെ കയറിയ നല്ല അടിപൊളി വിഷ്വൽസും കാണാൻ പറ്റും നമുക്ക്. നാഗാലാൻഡിലെ ഒരു വിഷ്വൽ ബ്യൂട്ടി. പക്ഷേ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പുഴ അവിടെയും പാലം ഇവിടെയും അതിലേ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ഒഴുകുന്നത് ഈ സാധനം അപ്പുറത്തൊരു ചുറ്റി പോകുന്നതാന്ന് തോന്നുന്നു അല്ലേ. വളച്ച് വിട്ടിരിക്കുക അങ്ങോട്ടേക്ക് പുഴ. അടിപൊളി. ഇനി നമുക്ക് ഫുള്ള് കയറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി കുറേ ദൂരത്തേക്ക് ഇനി ഫുള്ള് കയറ്റം. ഈ മലേൻ്റെ മുകളിലെത്താറുണ്ട്. നമുക്കങ്ങനെ ലോങ് വേയിലേക്ക് ഒരു ലിഫ്റ്റ് കിട്ടി കേട്ടോ. ഈ ചേട്ടന്മാർ ഈ ആസാമിലുള്ള ആൾക്കാരാട്ടോ ഇത്. ഇവര് നമുക്ക് ലിഫ്റ്റ് തന്ന്. ഞങ്ങൾ പെട്ട് കിടക്കായിരുന്നു. ഇത്രയും കുത്തനെ കയറ്റം എങ്ങനെ കയറുന്നത്. നമുക്ക് എന്തായാലും ലോങ് വേയിൽ എത്തിയാൽ മതി അല്ലേ. തിരിച്ചെങ്ങനെയെങ്കിലും പോവാന്ന് വിചാരിച്ച് നിന്നായിരുന്നു. പക്ഷേ നമുക്ക് ലോങ് വേയിലേക്ക് വരെ ട്രക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മൾ പോകുന്ന വഴിയാണ്. കുത്തനെ കയറ്റങ്ങളാണ് മുഴുവനായിട്ട്. എന്തോ ഭാഗത്തിന് നമ്മൾ ആദ്യമായിട്ടാണ് ലിഫ്റ്റ് അടിക്കുന്നത് ഇങ്ങനെയൊക്കെ. കാരണം വേറൊരു വഴിയുമില്ല നമുക്കില്ലേ. തിരിച്ചു പോവാന്ന് വിചാരിച്ചാ ഞങ്ങള്. കുത്തനെ കയറ്റാണ്. തിരിച്ചു പോവാന്ന് വിചാരിച്ചാ. കാരണം അവിടുന്ന് പിന്നെയും നമ്മൾ തിരിച്ച് ഇതേപോലെ വരണം. അതുകൊണ്ട് തിരിച്ചു പോവാന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഇവര് നിർത്തിയിട്ട് നമ്മളോട് അങ്ങോട്ടേക്ക് വരുന്നോന്ന് ചോദിച്ചത്. നല്ല ആൾക്കാട്ടെ. आपका नाम क्या है? पंगलेम. आपका? ओमन्याय. आपका? Oh my god. അനൂപ് സഖിയ. ഓക്കെ. ഇതാ ഇവിടൊക്കെ കാടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കയറ്റം. ഫുള്ള് കയറ്റം തന്നെ കേട്ടോ. വേറെ ഒരു രക്ഷയില്ല. അങ്ങനെ തിരിച്ച് ലിഫ്റ്റ് അടിക്കാതിരിക്കുകയാണ് ലോങ് വരെ. എന്തോ വായത്തിന് കിട്ടില്ലേ. ഇത് നമ്മൾ പെട്ടുപോയിരുന്നു. ഈ ഒരു വഴിക്ക് ഒരു വണ്ടി പോലും പോകാത്തൊരു വഴിയാ. ഈ ഇവര് നമ്മളോട് ഇത് വന്ന് ചോദിച്ചതാ ഇങ്ങോട്ടേക്ക് വരുന്നോന്ന്. റോഡ് മോശമാണ്, പക്ഷെ എന്നാലും റോഡായിട്ടുണ്ട്. ചളിക്കുണ്ടായിട്ടൊന്നും കാണുന്നില്ല. അങ്ങോട്ടേക്ക് വേറൊരു വൈകിയൊക്കെ ചളിക്കുണ്ടൊക്കെ ഉണ്ട്. നമ്മൾ ഇതൊക്കെ റോഡായിട്ട് തന്നെയാണ്. BR ഒക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഫുള്ള് ഇറക്കം പോലെയാണ്. റോഡൊക്കെ ഇടയ്ക്ക് മാത്രം മോശമാണ്, ബാക്കിയൊക്കെ നല്ലതാ അല്ലേ. നല്ല റോഡാണ്. പക്ഷെ ഇവിടെ നല്ല വ്യൂവും കാണാൻ പറ്റുന്നുണ്ട്. തീരെ വീതിയില്ല. മുമ്പ് ഒരു വണ്ടി വന്നാൽ പെട്ട്. പക്ഷെ ഇത്രയും വലിയ ട്രിപ്പ് തോന്നില്ലേ. ചേട്ടൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. അടിപൊളി ചേട്ടൻ. നമുക്ക് തേങ്ങയൊക്കെ തന്നില്ലേ കഴിക്കാൻ. ഇനി പറഞ്ഞ് ലോങ് വേ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കണം ഇനി എന്തൊക്കെയാണുള്ളത്. ഫുള്ള് കോടയൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് ചെറുതായി. ഇവിടെയൊക്കെ കോടയാണ്. ഈ ഭാഗത്ത് മുഴുവൻ കോടയാണ്. ഒന്നും കാണാൻ വയ്യ അല്ലേ. ഇത് മഴ പെയ്തത് കൊണ്ടാണ് നമ്മൾ പെട്ടത്. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ പോകുമായിരുന്നു. മഴ പെയ്തതിന് ഇവർക്ക് ബ്രേക്ക് പോലും കിട്ടുന്നില്ല. പറക്കുക ബ്രേക്കില്ലാണ്ട്. ചാറ്റിൽ മഴയൊന്നല്ല, നല്ല മഴയാട്ടോ പെയ്തോണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ ഒരു ബ്രിഡ്ജും താഴെ കൂടി ഇങ്ങനെ നല്ല വെള്ളാട്ടോ ഒഴുകി പോകുന്ന. സീനൊന്നുമില്ല ഇവിടെ വെച്ചിട്ട്. ഇതുപോലെ പഴയൊരു പാലാട്ടോ ഈ കാണുന്നത്. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ ആയിരുന്നു പണ്ടൊക്കെ പോയിരുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് BR തന്നെ പുതിയ പാലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഫുള്ള് കയറ്റാട്ടോ. ലോങ് വരെ 15 കിലോമീറ്റർ ഫുള്ള് കയറ്റാണ്. ഈ വണ്ടിക്ക് അറിയില്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഈ മഴയത്ത് എന്താവസ്ഥയാണെന്നറിയാമോ മഴയത്ത് പോകുന്നത് അല്ലേ. നല്ല പാടാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇന്ന് ലോങ് വേ പോയിട്ട് അവിടെ എവിടെയെങ്കിലും നിൽക്കാനുള്ള പരിപാടിയാണ്. പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാനൊന്നും പറ്റില്ല. ഫുള്ള് കോട കയറിയതിനെ കൊണ്ട് വ്യൂവും കാര്യങ്ങളൊന്നും അധികം ഒന്നും ഇല്ല കേട്ടോ. വെള്ളം ഒഴിക്കും നോക്കിക്കേ. അവിടെ എല്ലാം വെള്ളത്തിന് ക്ഷാമാണെങ്കിൽ ഇവിടെയൊക്കെ വെള്ളമുണ്ട് അല്ലേ. ഇവിടെ നോക്കി കുളിക്കാനും എല്ലാത്തിനും പറ്റും. അത് നമുക്ക് പോവാം. ഇവിടുത്തെ കയറ്റങ്ങളാട്ടോ ഈ കാണുന്നത്. ആൾക്കാർ മരമൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് സാധനമൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. വലിയ കയറ്റങ്ങളാണ്. കുത്തനെ അതായത് ഇവർ ഇത്ര കിലോമീറ്ററിനുള്ളിൽ പെട്ടെന്ന് അങ്ങ് കയറി തീർക്കുക. അങ്ങനത്തെ രീതിയിലുള്ള കയറ്റങ്ങളാണ്. സമയമില്ലാത്ത കയറ്റങ്ങളാണ്. നമ്മൾ ഇതുവരെ വന്നതിൽ വെച്ചിട്ട് എല്ലാം നമുക്ക് സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് സ്മൂത്തായി പോകാൻ പറ്റുന്നത്. ഇത് മുഴുവൻ
ഇനി കുത്തനുള്ള കയറ്റം, വളരെ ചെറിയ റോഡും. ഒരു ഗ്രാമം എന്ന് പറയുന്ന സാധനം ഈ ഒരു അടുത്തില്ല. ആകെ ടാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഗ്രാമേ വന്നിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. പിന്നെ സ്കൂൾ പിള്ളേരാട്ടോ ഈ കാണുന്നത്. അടുത്ത് ഹായ്, സ്കൂൾ പിള്ളേരാട്ടോ കാണുന്നത്. നമ്മൾ കണ്ടേ ഏതാ ഒരു ടീച്ചറാന്ന് തോന്നുന്നത്. പിള്ളേരെ കൊണ്ടിട്ട് അമ്മയാണോ അത്? അമ്മയാട്ടോ. ഞാൻ പിന്നെ ടീച്ചറാണ്. പിള്ളേരെ കൊണ്ട് പോവാട്ടോ വീട്ടിലേക്ക്. കുറേ പിള്ളേരുണ്ട് ഇവിടെ. ഇവിടെ ഇതാ ഒരുത്തൻ താഴോട്ടേക്ക് പോവാ. എല്ലാം വൈമാറി എന്നതാ. ഇവിടെയൊക്കെ ചോട്ട പിള്ളേരാട്ടോ. പിള്ളേരോട് അവിടെ ഒക്കെ ഇങ്ങനെ വഴിയിലിങ്ങനെ നടന്ന് പോകുന്നുണ്ട്. കറക്റ്റ് മ്യാൻമറായിട്ട് തെറ്റുള്ള ഒരു സ്ഥലമാട്ടെ ഇതൊക്കെ. കാരണം മ്യാൻമറിന്റെ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. എല്ലാം നമ്മുടെ വണ്ടി കണ്ടോ. ഇത്ര ഓടി അങ്ങ് എത്തി. ഓരോ ഓട്ടമത്സരത്തിൽ തന്നെ പോയതാ. ഒളിച്ച് കേറിട്ട് അവൻ മുട്ടനോട്ടം. കുറേ വൈകുന്നുണ്ട് കേട്ടോ. പിള്ളേരിങ്ങനെ നടന്നാ പോവുക. ഇവിടെ വണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരൊക്കെ നടന്ന് കുറേ ദൂരങ്ങളോളം നടന്നു പോകുന്നു. ഇത് അടുത്തത് 1 കിലോമീറ്റർ 2 കിലോ. നമ്മുടെ നാട്ടിൽ ചെറുപ്പത്തിൽ പറയാറില്ലേ വീട്ടുകാരൊക്കെ ഇത്ര ദൂരത്തിലാ പോയെന്നൊക്കെ. അതുപോലെ കേട്ടോ. പോകുന്ന വഴിയാണ്. നമുക്ക് നേരെ തന്നെ പോണം. ഇവിടെ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ പറയില്ലേ 5 കിലോമീറ്റർ സ്കൂളിൽ പോകാനുണ്ട്, 10 കിലോമീറ്റർ. അതിവിടെ കറക്റ്റ് ആട്ടോ. മലയും ഇതാ. എന്തൊക്കെയോ പറഞ്ഞു. നമുക്കൊന്നും മനസ്സിലായില്ല. ഓ നീ ആരിത്? എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. അവിടുത്തെ ഷോർട്ട് കട്ട് കൂടിയൊക്കെ ചാടി കേറി വന്നിരിക്കുക. നേരത്തെ കണ്ട പിള്ളേർ ഞാൻ തോന്നുന്നത് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. കൊറേ പിള്ളേർ ഒരു കല്ലും മുള്ളും താണ്ടി മലയൊക്കെ ചാടിക്കടന്ന് ഓരോ സ്ഥലത്തുനിന്ന് 3-4 കിലോമീറ്റർ ഒക്കെ നടന്ന് സ്കൂളിൽ പോകുന്ന പിള്ളേര്. നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കാണുന്നുണ്ടോന്ന് അറിയില്ല. ഭയങ്കര വ്യൂ കേട്ടോ. ഞാൻ എവിടെയെങ്കിലും നിൽക്കുന്നേരം കാണിച്ചു തരാം. ഇതാ എത്ര എണ്ണാ ഇത് നടക്കുക. അടുത്ത ഏതൊരു വീടാട്ടോ ഇത്. നമ്മളിപ്പോ മോളിൽ വന്നപ്പോഴാണ് ഈ ഒരു ഗ്രാമം കണ്ടേ. കുറേ പിള്ളേർ ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ നല്ല രസമില്ല. റോഡിന്റെ സൈഡിൽ കാണാൻ ഈ ഗ്രാമത്തിന്റെ. സ്ഥലത്തിന്റെ പേരെന്താ? ഫംസങ്ങോ? ഇവിടെ കടയാ. വണ്ടി ഇടിക്കുമെന്നുള്ള പേടിച്ചിട്ടായിരിക്കും. ഇതില്ല സ്ഥലം. പോകായ സിനിമയിലൊക്കെ കാണുന്ന ഫ്രെയിം പോലെ ഉണ്ട്. എന്ത് രസാ കാണാന്. വീടൊക്കെ നോക്കിക്കേ. അടിപൊളി. ഒരു രക്ഷയില്ല. കുറേ പിള്ളേർ നടന്നു പോകുന്നുണ്ട്. ഈ ഗ്രാമത്തിലുള്ള തന്നെ ആയിരിക്കും ഇവര്. പക്ഷെ സ്കൂളൊക്കെ താഴെയാണ്. പേടിച്ചിരിക്കുന്നുണ്ടോ? ഇഷ്ടംപോലെ പിള്ളേർ. ഇതൊക്കെ നേരത്തെ ഓടിക്കളിച്ച്. ഏതോ ഒരു ഗ്രാമമാണ് മലയുടെ മുകളിലുള്ള.
തിരിച്ചപ്പുറത്തേക്ക് പോയില്ല. എനിക്കൊക്കെ ഭയങ്കര പേടിയല്ലേ. കുഞ്ചിങ് എന്ന് പറഞ്ഞ സ്ഥലം. കൊഞ്ചിങ് നമ്മളെ താങ്ങ് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലം മാത്രമാണ് കണ്ടിട്ടുള്ളൂ. വരുന്ന വഴിക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂകളാണ്. നമ്മൾ വേറെ ഏതോ സ്ഥലത്തോടെ പോകുന്നൊരു ഫീലൊക്കെ ആയിരുന്നു കുറച്ച്. കൊഞ്ചിങ് എന്നാട്ടോ പേര്. പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി ഒരു ഗ്രാമം. ഇവിടെ ഒന്നും വന്നില്ല, ഇതൊന്നും കാണൂലായിരുന്നു. അതായത് ഈ വണ്ടി കിട്ടില്ല, ഞങ്ങൾ തിരിച്ചു പോകേണ്ടതായിരുന്നു. ഒന്നും പറയാനില്ല. ചേട്ടനാണ് നമ്മളെ സഹായിച്ചിട്ട് ഇവരെ എത്തിച്ചത്. ഇവരെ കാണിച്ചില്ല, പിന്നെ ആരെയും നമ്മൾ കാണിക്കേണ്ടത്. വലിയ മലനിരകളാണ്. വേറെന്തോ ഒരു സാധനം സ്കൂളാണെന്ന്. പക്ഷെ പിള്ളേർക്ക് എന്താ അങ്ങോട്ടേക്ക് പോയി പഠിക്കുന്ന നേരം ചെറിയ സ്കൂളായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇവിടെ കടകളൊക്കെ കണ്ടോ. ചക്കയൊക്കെ ഉണ്ടായാണ്ടോ പ്ലാവിനോട്. ചക്ക മരത്തിനോട് ചക്ക ഉണ്ടായണ്ട. ഇതൊക്കെ വലിയ പിള്ളേരും നടന്നു പോകുന്നുണ്ട്. നമ്മുടെ ടീച്ചർ. ഓ ഇത് ടീച്ചേഴ്സാട്ടോ പോയത്. നോക്കിക്കേ വ്യൂ അടിപൊളി. ഞാൻ വിചാരിച്ചത് അത് പഠിക്കുന്ന പിള്ളേരായിരിക്കും, പക്ഷെ ടീച്ചേഴ്സാണ് പറഞ്ഞത്. ഇവിടെ കാണുന്ന ഒരു മ്യാൻമർ ടച്ചില്ലേ ആൾക്കാർക്കൊക്കെ. സ്ഥലം മൊത്തം മാറി. ഇതുവരെ കണ്ട നാഗാലാൻഡ് അല്ലേ ഇത്? വേറൊരു ടൈപ്പ് സ്ഥലം. കറക്റ്റ് നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് സ്ഥലം. ഇത്രയും ദിവസത്തെ യാത്രയിൽ ഇങ്ങനത്തെ സ്ഥലം ഞാൻ ഇവിടുന്ന് കണ്ടിട്ടില്ല. ഇവിടെ ഗ്രിപ്പിന്റെ കമ്പനിയൊക്കെ ഉണ്ട്. താഴെയൊക്കെ ഗ്രാമങ്ങളാണ്. പ്രൈമറി അപ്പോൾ അത്യാവശ്യം വലിയ സ്ഥലം തോന്നും. ടാങ് കുറച്ചുകൂടി മുകളിലോട്ടാണ്, പക്ഷെ ഇത് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഗ്രാമം. തിരിച്ചു വരുമ്പോൾ എന്തായാലും ഈ ബൈക്കൊക്കെ കയറി വരാം. ഒരു വീട് മൊത്തം ഞാൻ പറഞ്ഞു ഒരു പനേൻ്റെ ഇലയില്ലേ അത് വെച്ചിട്ടാണ് ഇത് വീട് മൊത്തം മുകളിൽ മൊത്തം പണിതിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ മൊത്തം അതുപോലെ മുളകൾ വെച്ചിട്ടാണ് ഇവർ ഇതിൻ്റെ എന്താ പറയുക വാളൊക്കെ പണിതിരിക്കുന്നത്. മുള വെച്ചിട്ടാണോ. ഗ്രിപ്പിൻ്റെ വണ്ടി കണ്ടോ. ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഗ്രിപ്പിൻ്റെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ റോഡൊക്കെ വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയിരുന്നു, ഇങ്ങനെ പോകാനേ പറ്റില്ല. ഫുൾ പച്ചപ്പ് അല്ലേ, പച്ചപ്പ് ഹരിതാപവും. അവിടെയൊക്കെ അടിപൊളിയാണ്. ഉള്ളൊരു ടൈപ്പ് തണുപ്പായതല്ലേ, തണുപ്പുള്ള സ്ഥലത്തായതുകൊണ്ടാണ് അങ്ങനെ. ചെമ്മരി ആടിനെ പോലത്തെ വേറൊരു ടൈപ്പ് ആട്. ഇപ്പം നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഒരു വ്യൂ പോയിന്റിലേക്കാട്ടോ. നോക്കിക്കോളെ. എന്ന് പറഞ്ഞാൽ വേറെ രക്ഷയില്ലാത്ത സ്ഥലം. മുളങ്കാടിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അതായത് അപ്പുറത്ത് നോക്കിയാൽ ഇപ്പുറത്ത് കാണാൻ പറ്റില്ല. പക്ഷെ കറക്റ്റ് ഞാൻ പറഞ്ഞത് ഇതേത് സ്ഥലം. ഇത് നമ്മൾ മിസോറാമിൻ്റെ ഉള്ളിൽ കൂടി ഒരു കാട്ടിൽ കൂടി പോകുന്ന ഒരു വഴിയുണ്ട്. അതായത് ഐസോൾ അല്ലാണ്ട് ഉള്ളിൽ കൂടി കുറേ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്ന വഴിയുണ്ട്. അതുപോലത്തെ റോഡും സെയിം ടൈപ്പ് റോഡാണ് ഇത്. ഇതുപോലെ തന്നെയാണ് അവിടുത്തെ റോഡും ഉള്ളത് മിസോറാമിൻ്റെ. ആ ഒരു ടൈപ്പ് റോഡും അതുപോലത്തെ കാടുകളുമാണ് അതിങ്ങനെ കാണുന്നത്. കറക്റ്റ് ബാംബു ഫോറസ്റ്റ്, ഫുള്ള് ബാംബു ഫോറസ്റ്റ്. ഇതുപോലത്തെ വ്യൂ ആണ് നമ്മൾ മിസോറാമിലും കാണുന്നത്. ഒന്ന് വന്ന വയ്യാട്ടോ അതൊക്കെ കാണുന്നത്. കയറി വന്നാണ് ഫുള്ള് നോക്കി കോടൊക്കെ ആയിട്ട് അടിപൊളി. നമ്മൾ ഇപ്പം പോകുന്നത് ഇങ്ങനത്തെ ഒരു വഴിയാണ്. ചെറിയ വഴിയാണെങ്കിലും ഇടയ്ക്ക് ഓഫ് റോഡാണ്, ഇടയ്ക്ക് നല്ല റോഡാണ്. ഫുള്ള് കോടയാട്ടോ. അടിപൊളി കേട്ടോ. നമ്മളിപ്പോൾ ഭയങ്കര മുകളിലെത്തി. എല്ലാ മലകളുടെ മുകളിലെത്തിയിട്ടുണ്ട്. കോടയൊക്കെ ആയിട്ട് വലിയ തണുപ്പില്ല, പക്ഷെ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ. പക്ഷെ വലിയ തണുപ്പില്ല. ഉണ്ടോ ഫുള്ള് കോടയായത്. എല്ലാ സ്ഥലത്തും കോടയായി. മൊത്തം മങ്ങി കിടക്കുക. ഇവിടെ മൊത്തം എല്ലാ സ്ഥലത്തും മങ്ങി കിടക്കുക. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടി ആ വഴിക്ക്. അതുപോലെ ഇതൊക്കെ കോട കയറിയിട്ടുണ്ട്. മഴ പെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കോടയൊക്കെ വന്നത്. മഴ പെയ്തതിന് കഴിഞ്ഞാലാണ് കോട കയറിയത്. മഴ പെയ്യുന്നേരം കോട ഉണ്ടാവില്ല, മഴ ഉണ്ടാവില്ല, കോട ഉണ്ടാവില്ല. ഇവിടെ കണ്ടോ ഒരു
ചെറിയൊരു സെറ്റപ്പ് പോലെ ഇവർ പണിതിരിക്കുക കേട്ടോ. അവിടെ വേറെ ആൾക്കാരൊക്കെ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ഹോം സ്റ്റേ ടൈപ്പ് ഒരു സാധനം കേട്ടോ. ഇവിടെ കുറേ സ്ഥലത്തൊക്കെ കാണാൻ പറ്റും. കാരണം ഇവിടെ മറ്റേ ടൂറിസ്റ്റിൻ്റെ സെറ്റപ്പ് രീതിയിലായതുകൊണ്ട് തന്നെ ഇവരിങ്ങനത്തെ ഓരോന്ന് പണിയാൻ തുടങ്ങിയിട്ടുണ്ട്. ലോങ്വ എത്തി കേട്ടോ നമ്മൾ. അതെ, ഇന്ത്യ മ്യാൻമാർ ബോർഡറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ പിള്ളേരൊക്കെ കണ്ടിരിക്കുന്നത് ചെറിയ വീടുകളൊക്കെ ആയിട്ട്. ഇവിടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഈ ഹെഡൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ വെർമയുടെ ബൈക്കാന്നാട്ടോ പറഞ്ഞത്. ഇവിടെ കുറേ ടൈപ്പ് അങ്ങനെ ഉണ്ട്. കാരണം ഇവർക്ക് നമ്പർ പ്ലേറ്റ് ഒന്നും ആവശ്യമില്ല. ഇവിടെ ഒന്നിಗೆ കാണുന്നില്ല കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ടൈപ്പ് വീടാട്ടോ, വേറൊരു ടൈപ്പ് വീടാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ. അമ്പ് ചാടിയതാ, അമ്പ് ഭയങ്കര ടൈപ്പ് ചാടിയത്. ഇവിടെ കുറേ ടൈപ്പ് വീടുകളൊക്കെ ഇതാ മലേൻ്റെ മുകളിലൊക്കെ കണ്ട വീടുകളൊക്കെ മുകളിലത്തെ നിലയിലൊക്കെ ഉണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടി മുകളിലോട്ട് കയറാനുണ്ട്, എന്നാലേ നമുക്ക് ഹിൽസ് പാലസിൻ്റെ അടുത്തൊക്കെ എത്തുള്ളൂ. ഇവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? ഇവിടെ മിക്കത് ഹോം സ്റ്റേ ഇതൊക്കെയാണ്. ഇതൊക്കെ ഹോം സ്റ്റേ ടൈപ്പാട്ടോ ഫുള്ള്. ഇവിടെയൊക്കെ കുറേ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. ഇതാ വീടൊക്കെ കണ്ടു. ഇവിടുത്തെ ഇതാണ് ഒറിജിനൽ വീടൊക്കെ. ഈ ടൈപ്പ് നമ്മൾ വന്നപ്പോൾ പൊംചിങ്ങെന്നൊക്കെ കണ്ടില്ലായിരുന്നു, ആ ഒരു ടൈപ്പ്. പിന്നെ മല കയറി പോകൊണ്ടിരിക്കുക, ഫുള്ള് കയറ്റം തന്നെയാണ് മുകളിൽ വരെ. ഇവിടെ എവിടെയാണ് ഹെഡ് ആൻഡ് ടേഴ്സ് ഉള്ളതെന്നൊന്നും അറിയില്ല. ഇവിടുത്തെ ആൾക്കാരാണ് തോന്നുന്നൊക്കെ. അതിൻ്റെ മുകളിലോട്ട് കയറി പോവുക. നമ്മൾ ഏറ്റവും മുകളിലെത്തണം, എന്നാലേ ഹിൽസ് പാലസിൻ്റെ അടുത്തൊക്കെ എത്തുള്ളൂ. ഇവിടെയൊക്കെ കുറേ ടൈപ്പ് വീടുകളുണ്ട് കേട്ടോ. ആൾക്കാരെ കണ്ടു. ഇതൊക്കെ മ്യാൻമാർത്തെ വണ്ടിയാണെന്നാണ് പറഞ്ഞത്. ചെറിയ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഫുള്ള് അപ്പുറത്തേക്ക്, അതായത് മ്യാൻമാറിലേക്ക് ഇവർ പോകും. 10 കിലോമീറ്ററൊക്കെ എന്നാണ് പറഞ്ഞത്. അങ്ങോട്ടേക്ക് പോകും, ഇങ്ങോട്ടേക്കും വരാം. ഒരു പ്രശ്നമില്ലാത്ത സ്ഥലം. എന്താണെന്നൊന്നും ആർക്കറിയാം. ഇവിടുത്തെ സ്ഥലങ്ങളാണ്. ഇതാ ഈ വണ്ടി കേട്ടോ, മ്യാൻമാർ എന്നൊക്കെ വരുന്നത്. ഇവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല. ആൾക്കാർ വണ്ടിയും കൊണ്ട് വരുന്നതിനൊന്നും ഇറക്കാം. ഏത് ഇതോ? ആ ആൾക്കാരാട്ടോ. ഇവിടെ കാണാൻ പറ്റും കുറേ. ഈ ഒരു ഭാഗത്താണ് കാണാൻ പറ്റും. ആർമിക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഗ്രാമത്തിൽ. ഹണ്ടേഴ്സ് സീനാണല്ലോ. അയാൾ നോക്കിയാണ്ടോ? അവിടെ നല്ല വ്യൂ കാണാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാരൊക്കെ നോക്കുന്ന സംസാരിക്കുന്ന ടൈമിലൊക്കെ എനിക്ക് വലിയ പിടിയില്ല ഒരുമാതിരി അല്ലേ. നോക്കിയൊക്കെ എന്തായാലും വീഡിയോ എടുത്തിട്ട് നടക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിങ്ങനെ ഇവിടെ ലോങ് വേയിലെത്തി. ഇതിൻ്റെ മോളാട്ടോ കിങ് പാലസ്. അങ്ങോട്ടേക്കൊക്കെ പോകണം. ഇവിടെ വലിയൊരു ചർച്ചൊക്കെ ഉണ്ട്. കുറച്ച് മുന്നോട്ടേക്കൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അല്ലേ. ഇവിടുത്തൊക്കെ ചെറിയ കടകളും റോഡ് സൈഡിൽ കുറേ കടകളുണ്ട് കേട്ടോ. ഒന്നൊന്നല്ല, ഇഷ്ടംപോലെ കടകളുണ്ട്. ഇവിടെയൊക്കെ വീട് കണ്ടോ. ബേക്കിൽ അപ്പുറത്തെ ഭാഗത്ത് മ്യാൻമറാണ് കാണുന്നത്. ഫുള്ള് മ്യാൻമർ. ഇവിടെയൊക്കെ ഫുള്ള് കടകളാണ്. കാരണം ടൂറിസ്റ്റുകൾ കുറേ വരുന്നുണ്ട്. എല്ലാ സ്ഥലത്തും കടകൾ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കടകളാണ്. ആ ഭാഗത്താണ് മ്യാൻമർ ഫുള്ള് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയൊക്കെ ആർമി ക്യാമ്പുണ്ട്. ശരിക്കും ആർമി ക്യാമ്പ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മളെ പലരും വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ഇവിടെയൊക്കെ ആർമി ക്യാമ്പുണ്ട്. നമുക്ക് മ്യാൻമറിലൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് മ്യാൻമറിലൊക്കെ പോകാൻ പറ്റും. കാരണം അതിനൊരു ഇഷ്യൂ ഇല്ല. ഇവിടുത്തെ പകുതി ആൾക്കാർ മ്യാൻമറിലാണുള്ളത്, പകുതി ആൾക്കാർ ഇന്ത്യയിലാണുള്ളത്. അതുകൊണ്ട് ഇവരെ ഗ്രാമത്തിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് മ്യാൻമർ തന്നെ പോകണം. വഴി അരുണാചലിലേക്ക് പോകുന്നൊരു വഴിയാന്നാണ് പറഞ്ഞത്. നമ്മൾ ലാസ്റ്റ് ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി വന്നിരുന്നു. ഹെൽമെറ്റൊക്കെ കിട്ടി. ഇവിടെ നോക്കിയാൽ കുറേ വീടുകളൊക്കെ ഇതാ ഭാഗത്തുണ്ട് കേട്ടോ. അതൊക്കെ ലോങ് വേൻ്റെ തന്നെ ഭാഗമാണ്. എന്തോരാ ഫുള്ള് കോട തന്നെ ആയിരിക്കും. ഒരു അമ്മയും മോളും കൂടി വരുന്നുണ്ടോ നടന്ന് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട്. ഇനി ആ കയറ്റം കയറാനുണ്ട്. യെസ്, അടിപൊളി. ഇവിടുന്ന് വേഗം ഞാൻ ഓരോ സ്ഥലം കാണാൻ വേണ്ടി പോട്ടെ. ഞങ്ങൾ ഇവിടം വരെ വന്ന കാഴ്ചകളൊക്കെ കണ്ടില്ലേ. എന്തോ ഭാഗത്തിനാട്ടോ ആ പുള്ളീനെ കണ്ടതും അതിനകത്ത് കയറിയതല്ലേ. അല്ലെങ്കിൽ പെട്ടുപോയെന്ന് ശരിക്കും.
പിന്നെ ആ പുള്ളിയാണെങ്കിൽ ഫസ്റ്റ് നല്ല രീതിയിലൊക്കെ അല്ലേ സംസാരിച്ചത്. ഇച്ചിരി വെള്ളം അടിച്ചിട്ട് ആ വണ്ടിയൊക്കെ ഓടിക്കും ഇവിടുത്തെ ആൾക്കാർ മുഴുവനെ. വൃത്തിയുടെ രീതിയിലല്ല, അതായത് ഫസ്റ്റ് നല്ല രീതിയിൽ സംസാരിച്ച് പിന്നെ ചൊറിയാൻ തുടങ്ങി. ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായി പോയി ലാസ്റ്റ്. പിന്നെ ആ മൂപ്പര് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. ആ പുള്ളി ഇവിടം വരെ ഹെൽപ്പ് ചെയ്തതിനെ കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തി. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും അല്ലേ. അപ്പോൾ ഹെഡ് ഹണ്ടേഴ്സിനെ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല, കാരണം ഇവിടെ പൈസേൻ്റെ ആണ്. എന്താണെന്നറിയില്ല, എന്താണെങ്കിലും നമുക്ക് നോക്കാം, വരുന്നത് വെച്ച് കാണാം. പൈസ ഒന്നും ഇല്ല നമ്മളടുത്ത് കൊടുക്കാനാണെങ്കിലും. അപ്പോൾ എന്തായാലും വരുന്നത് വെച്ച് കാണാം, എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ. അടുത്ത നല്ല നല്ല കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.